നമസ്കാരം. നേർക്കാഴ്ചയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. മകനെ നഷ്ടപ്പെട്ട ഒരച്ഛനെയും അമ്മയെയും കുറിച്ചാണ് ഈ തവണത്തെ നേർക്കാഴ്ച. സർ, ഇത് നിങ്ങൾക്കൊരു വേദിയാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളോട് പറയൂ. ഒരു പക്ഷേ നഷ്ടപ്പെട്ടു പോയ മകനെ നേർക്കാഴ്ചയ്ക്ക് തിരിച്ചു നൽകാൻ കഴിഞ്ഞേക്കും. ആണും പെണ്ണുമായിട്ട് ഞങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്നൊരു കുഞ്ഞായിരുന്നവൻ. ഞങ്ങളുടെ കഷ്ടപ്പാടുകളൊന്നും അറിയിക്കാതെ ഞങ്ങൾ അവനെ വളർത്തിയത്. എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുമായിരുന്നു. പക്ഷേ ഒരാഗ്രഹം മാത്രം. എന്താ നിനക്കൊരു വല്ലായ്മ? ഞാൻ ഇനി സ്കൂളിൽ പോവില്ല. അതെന്താ? നിന്നെ സ്കൂളിൽ ആരെങ്കിലും വഴക്ക് പറഞ്ഞാ? അതോ നീ സ്കൂളിൽ എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ചാ? എന്താന്ന് വെച്ചാ പറ. ക്ലാസ്സിലുള്ള എല്ലാവർക്കും സൈക്കിളുണ്ട്, ഞാൻ മാത്രം എപ്പോഴും നടന്നു. എനിക്കും വേണം ഒരു സൈക്കിള്. അത്രേ ഉള്ളോ? അതിനാണോ നീ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്നത്? അച്ഛനിങ്ങ് വരട്ടെ കേട്ടോ, ഞാൻ പറഞ്ഞോളാം അച്ഛൻ്റെ അടുത്ത് മോനൊരു സൈക്കിൾ വാങ്ങിച്ചു തരാം. ഇപ്പം തൽക്കാലത്തേക്ക് മോൻ പോയിട്ട് കൈയും കാലും മുഖമൊക്കെ കഴുകി വാ, ഞാൻ ഭക്ഷണം എടുത്ത് വയ്ക്കാം. വാ. എനിക്കൊന്നും കേൾക്കണ്ട. ഒരു മാസമായി സൈക്കിൾ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ട്. വാങ്ങിച്ചു തരാടാ. എപ്പോ ചോദിച്ചാലും പിന്നെ ഞാൻ ഇനി ഈ സ്കൂളിൽ പോവില്ല. എനിക്കൊന്നും കേൾക്കണ്ട. ഒരു സൈക്കിൾ അല്ലേ ഞാൻ ചോദിച്ചോളൂ. പതുക്കെ പറ, അച്ഛനുണ്ട് പുറത്ത്. കേക്കട്ടെ, എല്ലാരും കേക്കട്ടെ. എടാ, അച്ഛന്റെ കയ്യിൽ കാശില്ലാതിട്ടല്ലേ. ഒരു സൈക്കിൾ വാങ്ങി തരാൻ അച്ഛന്റെ കയ്യിൽ കാശില്ല. പിന്നെ ഈ വീട്ടിൽ ഞാൻ ആരാ? നീ കുറെ നേരം വരെ ചിലക്കുന്നു. അവന്റെ സൈക്കിള് മിനിറ്റ് പോലെ പറഞ്ഞേക്കാമല്ലോ. ഇല്ല, ഞാൻ ഇനിയും പറയും. സൈക്കിൾ മേടിച്ചു തന്നില്ലെങ്കിൽ ഞാൻ ഇനിയും പറയും. അന്ന് അവൻ പോയതാ. 14 വർഷം കഴിഞ്ഞു. അവനെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. തേടാത്ത സ്ഥലങ്ങളില്ല, പോകാത്ത അമ്പലങ്ങളുമില്ല. 101 പേർക്ക് അന്നദാനം നടത്താൻ പറഞ്ഞു. അത് ഞങ്ങൾ നടത്തി. പക്ഷേ ഇല്ല, അവൻ വരും. അവൻ തീർച്ചയായിട്ടും വരും. ഞങ്ങളുടെ മോൻ വരും. പതിനാല് വർഷം ഒരു ചെറിയ കാലയളവല്ല. ഒരു മകനും തൻ്റെ അച്ഛനും അമ്മയും ഇത്രയധികം വേദനിച്ചു കാണാൻ ആഗ്രഹിക്കില്ല. ഇവരുടെ മകൻ ഈ പരിപാടി കാണുന്നുണ്ടെങ്കിൽ ഇനി ഇവരെ വേദനിപ്പിക്കരുത്. ദയവായി താങ്കൾ തിരിച്ചു വരണം. ഈ വ്യക്തിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ ഞങ്ങളുമായി ബന്ധപ്പെടുക. ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, നേർക്കാഴ്ച, സോണി TV, മണക്കാട് PO, തിരുവനന്തപുരം. അമ്മ, അന്ന് അവൻ പോയതാ. 14 വർഷം കഴിഞ്ഞു. അവനെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. തേടാത്ത സ്ഥലങ്ങളില്ല, പോകാത്ത അമ്പലങ്ങളുമില്ല. 101 പേർക്ക് അന്നദാനം നടത്താൻ പറഞ്ഞു. അത് ഞങ്ങൾ നടത്തി. പക്ഷേ ഇല്ല, അവൻ വരും. അവൻ തീർച്ചയായിട്ടും വരും. ഞങ്ങളുടെ മോൻ വരും. 14 വർഷം ഒരു ചെറിയ കാലയളവല്ല. ഒരു മകനും തൻ്റെ അച്ഛനും അമ്മയും ഇത്രയധികം വേദനിച്ചു കാണാൻ ആഗ്രഹിക്കില്ല. ഇവരുടെ മകൻ ഈ പരിപാടി കാണുന്നുണ്ടെങ്കിൽ ഇനി ഇവരെ വേദനിപ്പിക്കരുത്. ദയവായി താങ്കൾ തിരിച്ചു വരണം. ഈ വ്യക്തിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ ഞങ്ങളുമായി ബന്ധപ്പെടുക. അച്ഛൻ്റെ ആ മകൻ ഞാനാണ്. അന്ന് ഞാൻ വീട് വിട്ടിറങ്ങി ചെന്നുപെട്ടത് ഭിക്ഷക്കാരുടെ ഇടയിലാണ്.
അവരെൻ്റെ കാലുകൾ തല്ലിയൊടിച്ചു. അന്നൊരു സൈക്കിളിന് വേണ്ടി അച്ഛനോട് വാശി പിടിച്ച ഞാൻ ഇന്നൊരിറ്റ് ദയയ്ക്ക് വേണ്ടി മറ്റുള്ളവർക്ക് മുമ്പിൽ യാചിക്കുകയാണ്. 101 പേർക്ക് അച്ഛൻ അന്നദാനം നടത്തി. അതിൽ അവസാനത്തെ കൈ എൻ്റേതായിരുന്നു എന്ന് അച്ഛൻ അറിഞ്ഞില്ല. ഭിക്ഷ യാചിച്ച് വികൃതനായ എന്നെ അച്ഛൻ തിരിച്ചറിഞ്ഞില്ല. നന്നായി. ഈ നിലയിൽ അച്ഛൻ എന്നെ കാണരുത് ഒരിക്കലും. ഇത് ഞാൻ എനിക്ക് നൽകുന്ന ശിക്ഷയാണ്.